അതൊരു ആരാധന വസ്തുവല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാധന വസ്തുവല്ല, ഓക്കെ ശരി. പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് വേണ്ടിയാ. അത് ഞാൻ അറിയില്ല. ആ മറുപടി കൃത്യമായ മറുപടി. താങ്കൾ എനിക്ക് സ്നേഹമുണ്ട്. നിങ്ങളൊരു കാര്യം എനിക്ക് പറയാം. ഞാൻ പറയട്ടെ, താങ്കൾ വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ ഒരു പാവാണ്, നിഷ്കളങ്കന. പക്ഷെ വേറെ കാര്യമുണ്ട്, താങ്കളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത്. വളരെ സ്നേഹത്തിൽ പറയാം, അത് കച്ചവടമാക്കരുത്. താങ്കൾ ജനങ്ങൾക്ക് ഈ കൊടിമരത്തിന്റെ താഴെയൊക്കെ പൈസ കൊണ്ടിടുന്നത് എന്ത് പുണ്യമാണ്? ഈ ഒരു ഞാനത് ഇട്ട് കഴിഞ്ഞ ശേഷക്കണ്ട്. അലവല്ല ഹയ്യാക്കല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ആത്മീയ ചൂഷകനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു ഫോൺ റെക്കോർഡാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി കുറച്ചുകൂടി കേൾക്കുവാനുണ്ട്. നമ്മൾ 2 ദിവസമായിട്ട് ചെയ്യുന്ന വീഡിയോയിൽ ഒരു ആർത്തവ പണമരം എന്ന് പറയുന്ന തരത്തിൽ ഹാമിദ് ആറ്റക്കോയ അയാളുടെ വീട് മുറ്റത്ത് ഒരു കൊടിമരം നാട്ടുകയും ആ കൊടിമരത്തിന് 4 പുറം കിണർ പോലെ ബ്ലോക്ക് വെച്ച് കെട്ടുകയും അതിലേക്ക് ആളുകൾ വന്നുകൊണ്ട് പണം നിക്ഷേപിക്കുകയും ചെയ്യുന്ന അത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടനുബന്ധമായിക്കൊണ്ട് തന്നെ ഇന്നലെ അൻസാരി സുഹരി എന്ന് പറയുന്ന ആലപ്പുഴക്കാരനൊരു ഉസ്താദ്, SSFകാരനാണ് അദ്ദേഹം, ഈ ഹാമിദിനെ വിളിക്കുകയും അദ്ദേഹത്തോട് ഇത് സംബന്ധമായിക്കൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു ഫോൺ റെക്കോർഡാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് കേൾക്കുവാനുണ്ട്. ഇവിടെ ആദ്യമേ പറയുന്നു, അൻസാരി സുഹരി, താങ്കളിപ്പോൾ നിർവഹിച്ചത് ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് താങ്കൾ നിർവഹിച്ചത് താങ്കളുടെ ധർമ്മമാണ്, അത് തന്നെയാണ് പണ്ഡിത ദൗത്യവും, സംശയമില്ല. എന്നാൽ ഈ ഫോൺ റെക്കോർഡ് കഴിഞ്ഞാൽ താങ്കളോട് ചില ചോദ്യങ്ങൾ, അത് ചിലപ്പം വിമർശനമായേക്കാം, ക്ഷമിക്കുക. താങ്കൾ ഇത് മാത്രമല്ല മറ്റു പലതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് അവരുടെ ഫോൺ കോള് നമുക്കൊന്നുകൂടി കുറച്ചുകൂടി കേൾക്കാം. അത് കഴിഞ്ഞ് മറ്റു ചിലത് കാണാനുണ്ട്. ഞാൻ 8 ദിവസം കണ്ടത്. ഞാൻ നോമ്പ് നോക്കിട്ടാ പറയും. നോമ്പ് നോറ്റിട്ട് നോമ്പ് നോൽക്കാണ്ട് അതൊന്നുമില്ല. ഹാമിദ് ആറ്റക്കോയെ അത്രയും പണം അതിലേക്ക് നിക്ഷേപിക്കുന്ന അവസ്ഥയിൽ താങ്കൾ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന, അത് വിശ്വസിക്കാൻ അത്രയും മണ്ടന്മാരല്ല ഈ മലയാളികൾ എന്നുള്ള കാര്യം തിരിച്ചറിയുക. അൻസാരി സുഹരി വിശ്വസിച്ചോ എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. കൊടിമരത്തിന് ജനങ്ങൾ ആരാധിക്കുന്നില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അതൊരു ഞാനതില് ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല. ഞാനതിൽ ആരോടും പൈസ ഇടാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പൈസ മാത്രം ചോദിച്ചുകൊണ്ട് ഫലായിലുകൾ പറഞ്ഞു നടക്കുന്ന സ്ത്രീകളെ മുന്നിലിട്ടുകൊണ്ട്, സ്ത്രീകളെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ട്, വോയിസ് ഇട്ടുകൊണ്ട്, ഫലായിൽ പറഞ്ഞുകൊണ്ട്, പൈസ ചോദിച്ചുകൊണ്ട് 6666 വെച്ച് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് പിരിക്കുന്ന ഹാമിദെ, താങ്കൾ പണം ഇടാൻ പറഞ്ഞിട്ടില്ല, ഇട്ടോലെടുത്തൊന്നും ഇടണ്ടാന്നും പറഞ്ഞിട്ടില്ല. അജ്ജാതി തള്ള് നമ്മളെടുത്ത് വേണ്ട. അൻസാരി സൂരി എന്താ പറയുന്നത് കേൾക്കാം. അതിലിപ്പോ ഞങ്ങള് മണല് നടക്കാൻ നിൽക്കുകയാണ്. അതൊരു കാര്യമാണ്. ഇടണ്ടെന്ന് പറഞ്ഞു കുടിച്ചാൽ ഇട്ട പൈസയൊക്കെ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുക. അതെങ്ങനെയാ? ഇട്ട ആൾക്കാരെ അറിയില്ല എന്നുള്ളതല്ലേ? വീടിന്റെ 4 പുറം വീടിന്റെ ഉള്ളിൽ കൂടി CCTV വെച്ചിട്ടുണ്ടല്ലോ, ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ, ആളുകളെ കാണാം. ഇല്ലെങ്കിൽ അതൊരു കൊട്ടയിലാക്കി വെക്കുക. ഇട്ടോലൊക്കെ വന്ന് എടുത്തുകൊണ്ടാകാൻ പറഞ്ഞാൽ മതി, അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇവിടെ ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ആള് പറയുന്നത് കിണർ പോലെ ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ മണൽ നിറക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ കിണർ പോലെ വട്ടം ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിലേക്ക് ആളുകൾ പണിടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് വിവാദമായി. സത്യത്തിൽ ഇതല്ല വിവാദം. ഈ വിവാദത്തിലേക്ക് ഈ സിദ്ദീഖ് സുഹരിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുകയാണ്. ഒരു സ്ത്രീയെ പീഡിപ്പിച്ച വിവാദത്തിൻ്റെ ബാക്കി അതവിടെ കിടക്കുന്നുണ്ട്. ഒരു ന്യായീകരണ വീഡിയോ ഒക്കെ ഒരു സ്ത്രീയുടെ 2 സ്ത്രീകളുടെ ബ്ലർ ചെയ്ത മുഖമൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്നല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതിലേക്ക് ചർച്ച പോകരുത്. ചർച്ച കംപ്ലീറ്റ് ആർത്തവ പണമരത്തിലേക്ക് പോകണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സംഭവം ഉള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും അവർ പറയട്ടെ. ആയിക്കോട്ടെ. പിന്നെ പൈസ ഇടരുന്ന് പറഞ്ഞു, പക്ഷെ ഇട്ട പൈസ തിരിച്ചു കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? ലക്ഷ്യം അത് തന്നെയാണ്. അതാണ്. ഈ പൈസ തിരിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഹാമിദ് എന്താ പറയണത്? ആയിക്കോട്ടെ, കൈക്കോട്ടാണ് അല്ലേ, മമ്പട്ടിയാണ്. അതൊന്നല്ല. തിരിച്ചു കൊടുത്തോ ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് വാരി പോക്കറ്റിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദ്ദേശം അത് തന്നെയാണ് എന്നാണ് അൻസാരി സുഹരി ഇവിടെ പറയുന്നത്. വളരെ വ്യക്തമാണ്. ബാക്കി കേൾക്കാം. ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ?
ഇത്രയും പൈസ ഞാൻ കണ്ടിട്ടില്ല. ഇത് പ്രവാസ ലോകത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പൊന്നു തങ്ങളെ കഷ്ടപ്പെടുന്ന വിയർപ്പൊഴുക്കുന്ന പൈസയാണ്. തെറി പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ അൻസാരി സുഹരി തെറി പറഞ്ഞിട്ടില്ല. തെറി പറയണമെന്നും പറഞ്ഞിട്ടാണ് പിന്നെ അയാൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഹാമിദിന്റെ തട്ടിപ്പ് എന്താണെന്നുള്ളത് ബുദ്ധിയും ബോധമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ ഇത് ധാരാളമാണ്. കുറച്ചും കൂടിയിട്ട് കേൾക്കാം. ഞാനിതിൻ്റെ ഇടയിൽ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് അത്രത്തോളം മാരകമായുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഈ ആത്മീയ ചൂഷണം ചെന്നെത്തുന്നത്. ഈ ആത്മീയ ചൂഷകര് നിങ്ങളെയെല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഇസ്ലാമിനെ മോശമാക്കുന്നുണ്ട് സഹോദരന്മാരെ. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ കയറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നാണ് പറയാനുള്ളത്. കേൾക്കാം. അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. കാരണം അഭിപ്രായ മുത്തനബിക്ക് തെറി കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. നബിതങ്ങൾ തെറി കേട്ടത് എന്തിനാണെന്നൊക്കെ ആമിതെ മനസ്സിലാക്കിക്കോ. ഇത് സംഭവം അതൊന്നുമല്ല. അജാതി വർത്താനൊന്നും ഇവിടെ വേണ്ട എന്ന് അൻസാരി സുഹരി അവിടെ കട്ടൺ റൈറ്റ് ആയിട്ട് റദ്ദ് വെച്ചിട്ടുണ്ട്. ബാക്കി കേൾക്കാം. നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങൾ അതിനോട് ഉപമിക്കരുത്. മൂസാ നബിയും ചന്ദ്രാപ്പന്നി മൂസാക്കയും രണ്ടാണ്. അതാണ് മൂസാ നബിയും ചന്ദ്രാപ്പന്നി മൂസാക്കയും അത് രണ്ടാണ്. ഇവിടെയുള്ള മൂസാക്കയും അങ്ങ് മേലാമുറിയിലുള്ള മൂസാക്കയും അത് വേറെ വേറെയാണ്. മൂസാ നബി വേറെയാണ്. അത് ഉലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു, റസൂലായിരുന്നു. ആ മൂസാ നബിയുടെ കാര്യം പിടിച്ചുകൊണ്ട് ഇവിടുത്തെ മൂസാക്കന്മാരെ കൂട്ടണ്ട എന്ന് പറഞ്ഞ അത് തന്നെയാണ് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ട് പേരെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുന്ന ഇതുപോലെയുള്ള ചൂഷണങ്ങൾ ഇത് ഈ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി കേൾക്കാം. അത് മനസ്സിലാക്കണം. ചന്ദ്രപ്പൻ മൂസാക്കാനെ മൂസാ നബിയോട് ഉപമിക്കരുത്. തങ്ങളുടെ ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ നിങ്ങളെ ഇഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുളിമക്കയറ്റി വെച്ചിട്ടുണ്ട്. പുളിക്കുഞ്ഞാപ്പു ആവുകയുള്ളൂ അൻസാരി സുഹരി. അതുപോലെയുള്ള ഇഷ്ടങ്ങളൊന്നും തുറന്നു പറയാതിരിക്കലാണ് നല്ലത്. എന്ത് കാരണം കൊണ്ടാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് അറിയിക്കേണ്ടതുണ്ട്. ഇയാൾ 4 വർഷത്തോളമായിട്ട് കൊറോണ ടൈമിൽ തുടങ്ങിയ ഈ ആത്മീയ ചൂഷണത്തിൽ എന്ത് ഇഷ്ടമാണ് താങ്കൾക്ക് ഇയാളിലുണ്ടായത് എന്നൊന്ന് താങ്കൾ തുറന്നു പറയണം. അതുപോലെ തന്നെ ഹാമിദ് ആറ്റക്കോയ ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച താങ്കൾക്ക് അഭിവാദ്യങ്ങൾ. ഇനി താങ്കളോടൊന്ന് ചോദിച്ചോട്ടെ, ഇതുപോലെയുള്ള പലതരത്തിലുള്ള ആത്മീയ ചൂഷകർ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഈ സമസ്ത വിഭാഗങ്ങളൊക്കെ ഒന്നും എടുക്കണ്ട. നിങ്ങളൊരു SSFകാരനാണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണെങ്കിൽ ഈ സമസ്ത AP വിഭാഗങ്ങളിൽ നിന്ന് എത്രയെത്ര തട്ടിപ്പുകളാണ് ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിവിൻ നിലാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആത്മീയ ചൂഷകൻ, ഇതുപോലെ ഒരു ആത്മീയ വാണിഭത്തിൻ്റെ ഉസ്താദ്, ആ ഉസ്താദിൻ്റെ തട്ടിപ്പുകൾ നമ്മളിവിടെ തുറന്നു കാണിച്ചിട്ടുണ്ട്. അന്ന് താങ്കൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും മുണ്ടിയില്ല? ഇനി മറ്റൊന്ന്, ആയിരക്കണക്കിന് ആളുകളുടെ കൈകളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഷഹറെ മുബാറക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പള്ളി നിർമ്മിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട താങ്കളുടെ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മൗലിയരെ എവിടെയാ ഷഹറെ മുബാറക്ക്? അപ്പോൾ ഇവർ പറയും മസ്ജിദുൽ ഫുതൂഹാണ്, അതുപോലെ തന്നെ നോളജ് സിറ്റിയിലത്തെ പള്ളിയാണ് എന്നൊക്കെ പറയും. നോളജ് സിറ്റിയിലത്തെ പള്ളിക്ക് 40,000 കോടിയുടെ ചെലവുണ്ടോ? അൻസാരി സുഹരി, താങ്കൾ ആ കാൽക്കുലേറ്റർ എടുത്തിട്ട് അല്ലെങ്കിൽ പേനി പേപ്പർ എടുത്തിട്ട് ഒന്ന് കൂട്ടി നോക്കണം. ഇനി അതും അല്ലെങ്കിൽ ഒരു CA-കാരനെ വേണമെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളം മുടി മാത്രമാണോ? മുടിയിലേക്ക് പൊടിയും കലക്കിയിട്ട് അത് വിതരണം ചെയ്തിരുന്നു. അതിൻ്റെ പേരിൽ എത്ര കോടികളാണ് സമ്പാദിച്ചത്? അതുപോലെ തന്നെ പല പല പേരുകളിൽ ഇവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രോഗശയ്യയിലാവുകയും രോഗശയ്യയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വീൽ ചെയറിൽ ഇരുന്നിട്ട് 3 വേണ്ട 1 വേണ്ട 2 വേണ്ട സത്താറിനോട് ഡയാലിസിസ് നിർത്തിക്കോ എന്നൊക്കെ പറയുന്ന തരത്തിലൊരു വീഡിയോ ഇറങ്ങുന്നു. എന്തുകൊണ്ടേ താങ്കൾ മിണ്ടാതിരുന്നത്? താങ്കൾ ഇപ്പം ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള സമയങ്ങളിൽ താങ്കൾ നല്ല കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. അതുപോലെ 1-2 ഉദാഹരണങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ്, മറ്റുള്ളവർക്കും കാണാനാണ്. 1 വേണ്ട 3 വേണ്ട. കണ്ടോ കാണി. അബ്ദുൽ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തെ ശിഫിയാക്കി കൊടുക്കണം. 3 വേണ്ട 1 വേണ്ട. 3 വേണ്ട 1 വേണ്ട. 3 വേണ്ട 1 വേണ്ട. വേണ്ടാതെ എപ്പോഴും പറഞ്ഞല്ല ഡോക്ടർ. വേണ്ടാതെ എപ്പോഴും പറഞ്ഞല്ല ഡോക്ടർ. അൽഹംദുലില്ലാ. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്?
ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു, അതിന് ആമീൻ പറഞ്ഞേക്കാണ്. ഇനി ചെയ്യണ്ട എന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞതിന് എന്താ ആമീനാണ്? സ്വീകരിക്കട്ടെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവോടാണോ അത് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവോട് അള്ളാഹുവെ ഇനി ഇത് ചെയ്യാതിരിക്കുവാനുള്ള വല്ലതും ചെയ്തു തരണേ എന്നല്ലേ പറയേണ്ടത്? അല്ലല്ലോ. അവിടെ എന്താ പറയുക? ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞേക്ക്, ഒന്നും വേണ്ട മൂന്നും വേണ്ട. ആരുവാ? അല്ല, എന്താ താങ്കളുടെ ഭാഷയിൽ എന്താ ചോദിക്കാറുന്നത്? താങ്കൾ ആരുവാ എന്ന് ചോദിക്കാറുണ്ട്. എന്തേ അൻസാരി സൂരി, താങ്കൾ ചോദിക്കേണ്ടായിരുന്നു. ഇനി മറ്റൊന്ന്, കാരക്ക കച്ചവടം ആത്മീയ വാണിഭം തന്നെയാണ്. കേട്ടോ നിങ്ങളെ ബയ്യാർത്തങ്ങളാണ്, ബയ്യാർത്തങ്ങള്. 313 തന്നെ നമുക്ക് പറയാനുള്ളൂ. ആരാണ് 313 ഉറുപ്പ്യ ഞാൻ തരാം? അൽഹംദുലില്ലാ. ഇവർക്ക് ആ പേരക്ക കുടിക്കും, ഒരു പേരക്ക. 313 ഒരു പേരക്ക. വല്ലാത്ത ജാതി തള്ളല്ലത്. ആറ്റക്കോയുടെ മറ്റൊരു രൂപല്ലത് അല്ലേ? ഇത് ചോദിച്ചു വാങ്ങണു. ആറ്റക്കോയ കിണർ കെട്ടിയിട്ട് കയ്യിലേക്ക് കൊണ്ടിട്ട് നറച്ചോളി എന്നും പറഞ്ഞിട്ട്, ഇതോ ഇങ്ങോട്ട് തന്നോളി എന്നും പറഞ്ഞിട്ട് വാങ്ങാണ്. ഇത് ഒരു കാരക്കാണ്. നമ്മൾ 1 കിലോ വാങ്ങിയിട്ട് 313 വന്നിട്ടില്ല. എന്ത് ജാതി പിഴിയലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ബ്ലേഡുകാരെക്കാട്ടിലും വലിയ പിഴിയലല്ലേ? നീ കേട്ടോളി. മാങ്ങ മാറിഞ്ഞ് പേരക്ക ആയിക്കോട്ടെ, ഒക്കെ റെഡി ആവട്ടെ. അള്ളാഹു പേപ്പറൊക്കെ റെഡി ആവേണ്ട, അള്ളാഹു റെഡിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ബദറാകുമ്പോഴത്തേന് അള്ളാഹുക്ക് റാത്താക്കി തരട്ടെ. അവങ്ങൾ ഇപ്പാവും അറിയില്ല. അള്ളാന്റെ റസൂലും സ്വഹാബത്തും ബദർ നടത്തിയത് ഇവർക്ക് വേണ്ടിയിട്ട് പേപ്പർ നേരാക്കാനല്ലേ അല്ലേ? ബദറിന്റെ എന്താണ് ആശയം എന്ന് തിരിച്ചറിയാത്ത ബദർ വരുന്നുണ്ട്, ബദർ ദിനം വരുന്നുണ്ട്, ബിരിയാണി ചേമ്പ് വരുന്നുണ്ട്. അത് നമുക്ക് വേറെ പറയാം. ഇപ്പൊ പറയട്ടെ. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു അടുത്ത ബദറിൽ എല്ലാം സന്തോഷമായി കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത ബദറിൽ ഇപ്പൊ കഴിഞ്ഞ ബദറിൽ എന്തായിരുന്നു മോലിയരെ നടന്നെന്ന് ചോദിച്ചാൽ മോലിയർക്ക് അറിയില്ല. മോലിയർക്ക് ബദർ എന്നുള്ള പേര് കേട്ടാ പിന്നെ പിരിവെന്നേ അറിയുള്ളൂ. ബദറിന്റെ കഥ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ അടുത്ത 313 ഇനി ആരാ അടുത്ത 313 കൊടുക്കും? പൊട്ടന്മാരെ. ഏത് റഹ്മത്തുള്ള കാസിമി പറഞ്ഞമാരി പൊട്ടന്മാരേ എന്ന് വിളിക്കല്ലേ? അതേപോലെ തന്നെ ചോദിക്കുമ്പോൾ തന്നെ ഇന്നൊരു കാരക്കട കുരു, ആ കുരു എന്തിനേലും പറ്റും? ഒന്നിനും പറ്റൂല. എന്നിട്ട് 313 അതേപോലെ 6666 കൊടുത്തിട്ട് ആ കുരു കൊണ്ടുപോയിട്ട് വിറ്റം മുടുങ്ങും. കേട്ടോ കാണി. ഹലുവ അപ്പുറത്തുള്ള കുടിക്കും. ഇനി എന്താ ഇവിടെ? അലുവുണ്ട്, അലുവ അത് അപ്പുറത്തെ ആൾക്ക് കൊടുത്തോളിയും. ഓനേക്ക് ഒന്നും വാങ്ങിക്കോളി ഒരു എമൗണ്ട്. എന്നിട്ട് ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റും പാക്കറ്റ് കുടിക്കും. ഇനി ബിസ്ക്കറ്റും പാക്കറ്റാണ്. ആരോ റൂട്ടാണോ അതോ ഇനി എന്ത് ബിസ്ക്കറ്റ് ആയാലും വേണ്ടില്ല. പോലും ഇവിടെ കടയിൽ നിന്ന് വാങ്ങിൻ്റെ 10-100 ഇരട്ടിക്കത് വിൽക്കും. എന്നിട്ട് പുകലിട്ടിട്ട് പോകും. ഈ ആത്മീയ ചൂഷണം എന്താണ് അൻസാരി സൂരി താങ്കൾ കാണാത്തത്, താങ്കൾ വിമർശിക്കാത്തത്? താങ്കൾക്ക് ഇതൊന്നും കാണാനുള്ള കണ്ണില്ലേ? താങ്കൾക്ക് ഇതൊന്നും കേൾക്കാനുള്ള ചെവിയില്ലേ? താങ്കൾ ഇപ്പം ചെയ്തത് ശരി, ഹാമിദ് ചെയ്തത് തെറ്റന്നെയാണ്. അത് നമ്മളും വിളിച്ചു പറഞ്ഞതാണ്. ആ ഹാമിദിനെ താങ്കൾ വിളിച്ചിട്ട് അത് വിമർശിച്ചത് വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷേ ഒന്ന് സുഖിപ്പിച്ചിട്ടാണ് വിമർശിച്ചത് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അത് ഇനി വല്ലാണ്ട് സുഖിപ്പിക്കാതെ ഇതുപോലെയുള്ള തട്ടിപ്പുകാരൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് വിമർശിക്കണമായിരുന്നു. ഇതെന്താണ് ഇവരെ നിങ്ങൾ കാണാത്ത എന്തായിരുന്നു? ഇതൊക്കെ നിങ്ങൾ ചോദിക്കാത്ത എന്തായിരുന്നു? ഇനിയുണ്ട് അത് കഴിഞ്ഞിട്ടില്ല. 313 ബിസ്ക്കറ്റ് വല്ലാത്ത ബിസ്ക്കറ്റ്. 313 ബിസ്ക്കറ്റ് വല്ലാത്ത ബിസ്ക്കറ്റാന്നാ? ആ 313 അല്ലേ വല്ലാത്ത 13 അല്ലേ? ബദരീങ്ങൾ 313 ആയതുകൊണ്ട് കഴിച്ചിലായി. വല്ല 10,000 20,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധുക്കളങ്ങൾ ആ പേരും പറഞ്ഞിട്ട് പിഴിയുമായിരുന്നു. വല്ലാത്ത ജാതി തങ്ങന്മാര്. ഞായറാള് 313 ഞായറാള് വേഞ്ചലി അതാ അസീസാക്കന്റെ മോൻ പഠിക്കും. ആ അസീസാക്കന്റെ മോന്റെ തലക്ക് വന്നിട്ട് കൊടുക്കും. പിന്നെ ആരാ? ഞാറുണ്ടോ? ഒറ്റൊന്നും കൂടെ ഉണ്ട്. മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഇനി നമുക്ക് 100 റുപ്യ ആക്കാം. 100 റുപ്യ തരാൻ പറ്റുന്നവർക്ക് ഒരു ടിഷ്യൂ. എന്താ പറഞ്ഞത്? 313 എല്ലാവരെയൊക്കെ ഒന്ന് പിഴിഞ്ഞു കഴിഞ്ഞു. ഇനി 100 റുപ്യ ആക്കാം. സാധുക്കൾ 313 ഇല്ലാത്ത ആളുകൾ ഓൽക്കും വേണ്ട കാരക്ക. ഞാൻ കരുതി കാരക്ക കൊടുക്കുന്നു. ഒരു ടിഷ്യൂ. ഏത് ടിഷ്യൂ ഇല്ലേ നമ്മളെ മൂക്ക് പിഴിയണേ? ആ ടിഷ്യൂ 100 റുപ്യക്ക് വാങ്ങാൻ നിൽക്കുന്ന പോലെ പറഞ്ഞാൽ മതി. ഇതിന് ഈ വിളവന്മാരിത് ചെയ്തുകൊണ്ടിരിക്കും. അൻസാരി സൂര്യയെ പോലെയുള്ള ആളുകൾ ഇത് കാണുന്നില്ല എന്നുള്ളതാണ്. 100 റുപ്യക്ക് ടിഷ്യൂ. കേട്ടോക്കെ. ടിഷ്യൂ മാത്രമല്ല, അതിൽ കോഴിമുട്ടി ഉണ്ട്. ഏത് 5 റുപ്യേൻ്റെ കോഴിമുട്ട 6 റുപ്യക്ക് തോന്നുന്നുണ്ട്. ഒരാൾ കൂടെ കൂടി കൊടുക്കും. 100 റുപ്യൻ്റെ കോഴിമുട്ട വല്ലാത്ത കോഴിമുട്ട. അമേരിക്ക 100 റുപ്യേൻ്റെ കോഴിമുട്ട വല്ലാത്ത കോഴിമുട്ട പോലെ. അതൊക്കെ വല്ലാത്തതാ. ഒന്നാന്ന് പറയാൻ കണ്ടത്.
100 ഉറുപ്പ്യ കൊടുത്തു വാങ്ങിക്കോളി. അതാ ഷബീറിന് കുടി. നാടൻ കോഴിമുട്ടാണല്ലേ? കുടിക്കി ഞാർക്ക് വേണ്ടി ഇതാ ഞാൻ കുടിക്കും സ്പീഡാക്കി. മരിച്ചുപോയവരുടെ പേരിൽ ഒരു ഫാത്തിഹ അപ്പത്തിന് പറ്റിയൊക്കെ വാങ്ങിക്കോളി. തീരുന്നവരുണ്ടാവും. അൽഫാത്തിഹ അൽഫാത്തിഹ തുടങ്ങിയിട്ടുണ്ട്. ആ ഫാത്തിഹ അറിയുള്ളൂ. എന്നിട്ട് അവിടെ വിൽക്കുന്നത് എന്താ? 100 റുപ്യക്ക് ഒരു കോഴിമുട്ട. ചെങ്ങായിമാരെ 100 റുപ്യ കൊണ്ടുപോയിട്ട് ആ മുട്ടാസിയാക്കാൻ്റെ പീടിയെ കൊടുത്തു കഴിഞ്ഞാൽ 10-20 കോഴിമുട്ട കിട്ടും. എന്തായാലും ഒരു 18 കോഴിമുട്ടയിലും കിട്ടും അല്ലേ? അതേപോലെ നിങ്ങളെ നാട്ടിൽ കൂടിയൊക്കെ ഉണ്ടാവൂലേ കോഴിമുട്ടക്കട? അവിടെ പോയി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 10, 18, 16 എന്തായാലും കിട്ടൂലേ? എന്തിനാ ഈ 100 റുപ്യ എടുത്തിട്ട് ഈ ചെങ്ങായിമാരെയൊക്കെ ഒന്ന് ഒരു വർക്കത്തും ഇല്ലാത്ത ഈ കോഴിമുട്ടയാണ്. ഇനി ഈ കോഴിമുട്ട കഥ പറഞ്ഞപ്പോൾ വേറൊരു കോഴിമുട്ട കഥയും കൂടി ഉണ്ട്. അൻസാരി സുഹരിയെ ഇവിടെ പൂവൻ കോഴി ഇട്ട കോഴിമുട്ട. ആ കഥ ഒന്ന് കേട്ടോക്കാ നിങ്ങൾ. ഞാനൊരു ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ശൈഖുനായുടെ കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് പറഞ്ഞു മുട്ട വേണം. ഞാൻ പറഞ്ഞു ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല. ഞാൻ പറഞ്ഞു ഇവിടെ പൂവൻ കോഴിയേ ഉള്ളൂ, പെടക്കോഴിയില്ല, പിടിച്ചു മൂടിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ മോനെ അവിടെ നിന്ന് പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി പിടിച്ചു മൂടി. അല്പം കഴിയുമ്പോൾ പൂവൻ കോഴി മുട്ട. മൂപ്പരിക്കൻ്റെ ചിരി വരുന്നുണ്ട്. CMന്റെ പടായി കഥയാണ് ഈ പറഞ്ഞത്. എന്താണ് അൻസാരി സൂരി, താങ്കൾ ഇതുവരെയും ഇത് കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ താങ്കളുടെ മുമ്പിലേക്ക് ഇത് സമർപ്പിക്കുന്നു. താങ്കളൊന്ന് വിളിച്ചു ചോദിക്ക് ഈ മുസ്ലിയാരോട്, അതിന് മാത്രം കഴിവ് CMന് ഉണ്ടോ എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പെടക്കോഴിയാണ് മുട്ടയിടുക. പൂവൻ കോഴി മുട്ടയിട്ടാൽ അത് പൂവൻ കോഴിയല്ല, അത് പെടക്കോഴിയാണ് അല്ലേ? പൂവൻ കോഴി മുട്ടട്ടു എന്നാണ് പറയണത്. പൂവൻ കോഴിയുടെ മുട്ടയാണ് ഇട്ട് എന്നാണ് പറയുന്നത്. താങ്കളത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വിളിച്ചു ചോദിക്കണം. ഇതുപോലെയുള്ള ഈ വിവരക്കേട് പറയുന്ന ഈ മൂരാച്ചി മുസ്ലിയാക്കന്മാരോട് താങ്കൾ എന്താ വിളിച്ചു ചോദിക്കാത്തത്? താങ്കൾ ആറ്റക്കോയനോട് വിളിച്ചു ചോദിച്ചത് നന്നായി. എന്നാൽ അതുപോലെ കുറേ വിളിച്ചു ചോദിക്കേണ്ട മുസ്ലിയാക്കന്മാരുണ്ട് എന്നുള്ളത് കാണിക്കുവാനായിരുന്നു. കുറച്ചും കൂടെ കാണാനുണ്ട്. പൂവൻ കോഴി മുട്ടയിട്ടിരിക്കുന്നു, പൂവൻ കോഴി മുട്ടയിട്ടിരിക്കുന്നു. ഈ ഉമ്മ പറയുന്നു എന്റെ വീട്ടിൽ കയറി വന്ന് പൂവൻ കോഴിനെ പിടിച്ച് മൂടാൻ പറഞ്ഞു. ശരി, മൂടാൻ പറഞ്ഞത് ആരായിരുന്നു? CM. അപ്പോ ഇങ്ങക്കേലും സ്വയബുദ്ധി ഇല്ലേ എന്നല്ല ഇവിടെ ചോദിക്കുന്നത്. എന്താവട്ടെ, അവിടെ പൂവൻ കോഴി മുട്ട ഇട്ടു എന്നാ പറയുന്നത്. പൂവൻ കോഴി മുട്ട ഇടൂല. അപ്പൊ കറാമത്തോണ്ട് ഇടൂലെന്ന്. കോഴിക്ക് കറാമത്തില്ല, CMന് കറാമത്തില്ലെന്ന് ആരെ പറഞ്ഞ്? CMന് കറാമത്തുണ്ടെന്ന് ആരെ പറഞ്ഞ്? ഈ മൂലിയാക്കന്മാർ ഇന്നോണയും പറഞ്ഞ് നടക്കാന്നല്ലാതെ ഏതെങ്കിലും ഒരു കള്ളക്കറാമത്തിനെതിരെ എന്തെങ്കിലും അൻസാരി സുഹരി താങ്കൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ ഹാമിദ് ആറ്റക്കോയനോട് പറഞ്ഞത് ശരി, സമ്മതിച്ചു, നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലെയുള്ള വേറെ കുറെ ആറ്റ അല്ലാത്തതും ആറ്റ ആയതുമായ പാറ്റകളും കോയകളും ഒക്കെ വേറെയുമുണ്ട്, ഒന്ന് ചോദിക്കണമെന്ന ആ ഒരു ഓർമ്മപ്പെടുത്തലോടെ അൻസാരി സൂരി താങ്കള് വല്ലാതെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് തുടങ്ങിയാൽ താങ്കൾക്ക് വഹാബി പട്ടം കിട്ടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഹാബി പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്താണ് ഇങ്ങോട്ട് പോകുന്നോളിയും എന്നുള്ള ആ ഒരു കാര്യം കൂടിയും ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.